നമുക്ക് ആൻജിയോസ്പേംസിനെ കുറിച്ച് ഇന്ന് പഠിക്കാം. അപ്പോൾ ആൻജിയോസ്പേംസ് എല്ലാവർക്കും അറിയാം. എന്താ ആൻജിയോസ്പേംസ്? ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ജിംനോസ്പേം, ടെറിഡോ, ആൽഗ എല്ലാം പഠിച്ചു. സോ ആൻജിയോസ്പേംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, unlike the gymnosperm, ovules are naked. The angiosperms or flowering plants, the pollen grain and ovula develop in specially structures called flowers. നമ്മൾ പറഞ്ഞു ജിംനോസ്പേമിന്റെ കേസിൽ ഓവ്യൂൾസ് നേക്കഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ they are protected inside the ovary and in a structure called flower. ഓക്കെ, അതേപോലെ തന്നെ the seeds are enclosed inside fruits. ഇനി നമുക്കിപ്പം ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മീൻസ് റിട്ടേൺ എക്സാം അല്ലല്ലോ, മീൻസ് പോയിന്റാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇവിടെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്, സ്മോളസ്റ്റ് ആൻജിയോസ്പേം ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഊൾഫിയ. ഇത് കണ്ടോ, ഈ ഇമേജ് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കാണപ്പെടുന്ന ഇതും ആൻജിയോസ്പേം ആണ്. ഈ ടോളസ്റ്റ് ട്രീ ആയിട്ടുള്ള യൂക്കാലിപ്റ്റസും എന്താണ്, ആൻജിയോസ്പേം ആണ്. അപ്പൊ ഇത് ഊൾഫിയ. സ്മോളസ്റ്റ് ആയിട്ടുള്ള ടൈനി, ഇതിൽ ഏറ്റവും ചെറിയ ആൻജിയോസ്പേം എന്ന് ചോദിച്ചാൽ അത് ഊൾഫിയ. അതുപോലെ ലാർജസ്റ്റ് നല്ല നീളമുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രീ ഏതെന്ന് ചോദിച്ചാൽ ലാർജസ്റ്റ് ട്രീ, ടോളസ്റ്റ് ട്രീ ഏതെന്ന് ചോദിച്ചാൽ അത് യൂക്കാലിപ്റ്റസുമാണ്. ഇനി നമുക്ക് പല യൂസസ് ഉണ്ടല്ലേ ആൻജിയോസ്പേം. നമ്മൾ ഫുഡായിട്ടും പിന്നെ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫോഡറായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പല കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ആൻജിയോസ്പേം പ്ലാന്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡൈകോട്ടിലിഡൻസ് എന്നും മോണോകോട്ടിലിഡൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അത് നമ്പർ ഓഫ് കോട്ടിലിഡൻ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മളിപ്പോൾ ഒരു സീഡിനകത്ത് സിംഗിൾ കോട്ടിലിഡൻ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ പറയും മോണോകോട്ടിലിഡൻസ്. രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈകോട്ടിലിഡൻസ് എന്ന് പറയും. ഈ ഇമേജ് നോക്കിയേ, മോണോകോട്ട് എന്ന് ഒറ്റ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. ഡൈക്കോട്ടാകുമ്പോൾ കണ്ടോ അവിടെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. എന്തുണ്ട്? രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഉള്ള പ്ലാന്റ്സിന് നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സും, രണ്ടാണെങ്കിൽ ആ പ്ലാന്റിന് എന്തെന്നും പറയും? ഡൈക്കോട്ട് പ്ലാന്റ് എന്നും പറയും. ഓക്കെ, ഇനി ഈ ഡൈക്കോട്ടൽസ് പ്ലാന്റ്സിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ മോണോകോട്ട് പ്ലാന്റ്സിന് കുറച്ച് ക്യാരക്ടർ, നമുക്ക് അനാട്ടമിക്കലി നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ നമുക്ക് കുറച്ച് മോർഫോളജിക്കൽ ഡിഫറൻസും അവർക്കുണ്ട്. So, in the dicotyledons are characterized by seeds having two cotyledons. എത്ര കോട്ടിലിഡൻസ് ഉണ്ട്? ഒന്നാമത്തെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിന് ചോദിക്കാം. Two cotyledons are present in dicotyledons and showing reticulate venation. ഒരു നെറ്റ്വർക്ക് പോലത്തുള്ള വീനേഷൻ നമുക്ക് ഇവരുടെ ലീഫിൽ കാണാൻ കഴിയും. ആൻഡ് ടെട്രാമറസ് ഓർ പെൻറ്റാമറസ് ഫ്ലവേഴ്സ് ഫ്രം 4 ഇതളുകളോ 5 ഇതളുകളോ അതിൽ കൂടുതലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ഹാവിങ് 4 or 5 മെമ്പേഴ്സ് ഇൻ ഈച്ച് ഫ്ലോറൽ വേൾഡ്സ്. അതായത് ഓരോ വേൾഡ്സിലും എത്ര 4 or 5 ഇതളുകൾ നമുക്കിപ്പം ടെട്രാമറസ് അല്ലെങ്കിൽ പെൻറ്റാമറസ് ഫ്ലവേഴ്സ്. അതായത് എന്താണ് അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ 4 or 5 ഇതളുകളുള്ള ഫ്ലോറൽ വേൾഡ്സ് നമുക്കിതിൽ കാണാൻ കഴിയും. നമുക്കിവിടെ ജസ്റ്റ് ഒരു ഡൈക്കോട്ടിലിഡൻസിൻ്റെ ഇതാണ്ട് ഈ വീനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്. പക്ഷെ മോണോകോട്ട് പ്ലാന്റ് എടുത്താൽ നമ്മളെ വാഴ, അതായത് മ്യൂസ പാരാഡിസിക്ക എടുത്താൽ അവിടെ പാരലൽ വീനേഷനാണ് കാണുന്നത്, കണ്ടോ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ തക്കാളിയുടെ ഇലയാ എടുത്ത് നോക്കിയപ്പോൾ അവിടെ എന്താ കാണുന്നത്? റെറ്റിക്കുലേറ്റ് വീനേഷനാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ഇനി മോണോകോട്ടിലിഡൻസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിംഗിൾ കോട്ടിലിഡൻ, അതുപോലെ തന്നെ പാരലൽ വീനേഷൻ, അതുപോലെ ട്രൈമറസ് ഫ്ലവേഴ്സ് ആയിരിക്കും. അതായത് 3 മെമ്പേഴ്സ് ആയിരിക്കും അവരുടെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ട്രൈമറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു അതല്ലേ. അതായത് നമുക്ക് സെപ്പൽസും ഉണ്ട്, അതുപോലെ തന്നെ പെറ്റൽസും ഉണ്ട്. അതായത് സെപ്പൽസ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്? കാലിക്സ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊറോള എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ പെറ്റൽസ് ചേർന്നതാണ് കൊറോള എന്നും പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഇവർക്ക് ട്രൈമറസ് കണ്ടീഷനാണ്. 3 ഇതളുകൾ അല്ലെങ്കിൽ 3 പെറ്റലോ 3 സെപ്പലോ അങ്ങനെ കാണുന്ന ട്രൈമറസ് ഫ്ലവേഴ്സ് ആണ് മോണോകോട്ടിലിഡൻസിൽ വരുന്നത്. എന്നാൽ ഡൈക്കോട്ടിലിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് പെൻറ്റാമറസോ ടെട്രാമറസോ കണ്ടീഷൻ ആരുടെ കേസിൽ വരുന്നുണ്ട്? ഈ ആൻജിയോസ്പേംസ് മീൻസ് ഡൈക്കോട്ടിന്റെ കേസിൽ കാണപ്പെടുന്നു. ഇനി സ്റ്റേമൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് അതായത് സ്റ്റേമൻ എന്ന് പറയുന്നത്. നോക്കൂ, സ്റ്റേമൻ്റെ സ്ട്രക്ചർ വരച്ചാൽ ഒരു ആന്തറുണ്ട്, ഇവിടെ ഒരു കണക്റ്റീവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ഫിലമെൻ്റ് ഉണ്ട്.
മനസ്സിലായല്ലോ? ഒരു ആന്തറുണ്ട്, ആന്തർ, പിന്നെ അവിടെ ഈ കണക്ട് മീൻസ് ആന്തറിനെയും ഫിലമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് കണക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ടിനെ പറയുന്ന പേരെന്താണ്? ഫിലമെന്റ്. മനസ്സിലായല്ലോ? അപ്പം ഈച്ച് സ്റ്റേമൻ കൺസ് ഓഫ് എ സ്ലെൻഡർ ഫിലമെന്റ് വിത്ത് ആൻ ആന്തർ അറ്റ് ദ ടിപ്പ്. വിത്തിൻ ദ ആന്തർ പോളൻ മദർ സെൽ ഡിവൈഡ് ടു പ്രൊഡ്യൂസ് പോളൻ. അതായത് നമ്മുടെ ആന്തർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ വരച്ച ആന്തർ ഇല്ലേ, ഇതാണ് ആന്തർ. ഈ ആന്തറിന് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഒരു ബട്ടർഫ്ലൈ പോലത്തെ, നിങ്ങളിതെല്ലാം +2 നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ, ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റേമൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ ആന്തറുണ്ട്, കണക്റ്റീവ് ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. ഈ ആന്തറിനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മൈക്രോസ്പൊറാഞ്ചിയം ഇരിക്കുന്ന കാണാം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. എന്തുണ്ട്? മൈക്രോസ്പോർ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും. എന്ത് നടക്കും? മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ത് ഡെവലപ്പ് ചെയ്യും? മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. ഇത് ഞാൻ പറഞ്ഞു തരത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതിൽ ഏത് മദർ സെല്ലാണ്? മെഗാസ്പോർ മദർ സെല്ലാണോ മൈക്രോസ്പോർ മദർ സെല്ലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? മൈക്രോസ്പോർ മദർ സെല്ല്. Okay, each stamen consists of a slender filament with an anther at the tip. Within the anther, the pollen mother cell divide by meiosis to produce microspores which mature into pollen grains. ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. The female sex organ in a flower is the pistil. Female sex organ പറയുന്ന പേരെന്താണ്? pistil. നമുക്ക് ഇങ്ങനെ പഠിക്കാം, വരയ്ക്കാം. ഇവിടെ ഒരു സ്റ്റിഗ്മയുണ്ട്, ഇവിടെയാണ് നമ്മുടെ പോളൻ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റൈല് കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? ഓവറി ഉള്ളത്. ഈ ഓവറിയുടെ അകത്താണ് ആരിയ്ക്കുന്നത്? ഓവ്യൂൾ ഇരിക്കുന്നത്. എന്താണ് ഇരിക്കുന്നത്? ഓവ്യൂൾ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ് ദ പിസ്റ്റിൽ. പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് ആൻ ഓവറി അറ്റ് ഇറ്റ്സ് ബേസ്, എ ലോങ് സ്ലെൻഡർ സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. ഇൻസൈഡ് ദ ഓവറി ഓവ്യൂൾസ് ആർ പ്രസന്റ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. ഇതൊരു സെക്ഷൻ എടുത്ത് വെച്ചേക്കുവാണ്. ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. നിങ്ങൾക്കിപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. എങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, പിന്നെ ആന്തർ, കണക്റ്റീവ്, ഫിലമെന്റ്. ഓക്കെ, ഇവിടെ നിന്ന് പോളൻ ഡെവലപ്പ് ചെയ്യും. പോളൻ വന്നത് ഇവിടെ ലാൻഡ് ചെയ്യും. ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് പോളിനേഷൻ. ഓക്കെ, കൂടുതലായിട്ട് ഇപ്പോൾ പഠിക്കാം. ജനറലി ഈച്ച് ഓവ്യൂൾ ഹാസ് എ മെഗാസ്പോർ മദർ സെൽ. ഓരോ ഓവ്യൂളിനും എന്തുണ്ട്? നമ്മൾ നേരത്തെ എങ്ങനെയാ മൈക്രോസ്പോർ നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത്. ഇതിനകത്ത് എന്താ? ഓരോ സ്ഥലത്തും മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്, അതിനകത്ത് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഇനി നമ്മൾ മെഗാസ്പോർസിനെ കുറിച്ച് പറഞ്ഞാൽ ഓരോ ഓവ്യൂൾ, നമ്മൾ കണ്ട ഓവറിയുടെ അകത്ത് ഓവ്യൂളിൽ എന്തുണ്ട്? മെഗാസ്പോർ മദർ സെല്ലുണ്ട്. ഈ മെഗാസ്പോർ മദർ സെൽസിന് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ലുണ്ട്. ഈ മെഗാസ്പോർ മദർ സെൽസിന് മിയോസിസ് നടന്നിട്ട് എത്ര സെല്ല് ഫോം ചെയ്യും? 4 എണ്ണം ഫോം ചെയ്യും. പക്ഷെ ഈ 4 എണ്ണത്തിൽ 3 ഓഫ് ദം ഡീജനറേറ്റ്. അതിൽ 3 എണ്ണം ഡീജനറേറ്റ് നശിച്ചു പോകും. ഞാൻ ഡീജനറേറ്റ് ചെയ്ത് പോണ സെല്ല് ഇങ്ങനെ വരയ്ക്കാം. 1, 2, 3, 4 എണ്ണം നശിച്ചു പോയി. 3 എണ്ണം നശിച്ചു പോയി. ഓക്കെ, 3 എണ്ണം നശിച്ചു പോയി. പക്ഷെ ഒരെണ്ണം മാത്രം എന്താണ്? ഫങ്ഷണൽ ആയിരിക്കും. കണ്ടോ? മെഗാസ്പോർ മദർ സെൽ. എന്താ പറഞ്ഞത്? മെഗാസ്പോർ മദർ സെൽ. ഇത് എവിടെ ഇരിക്കുന്നത്? ഈ മെഗാസ്പോർ മദർ സെൽ എവിടെയാ ഇരിക്കുന്നത്? കൺഫ്യൂസ്ഡ് ആവരുത്. ഇതാ നമ്മുടെ ഓവറി. ഓവറിയുടെ അകത്ത് എന്തുണ്ട്? ഓവ്യൂളുണ്ട്. ഞാൻ ഒറ്റ ഓവ്യൂളെ വരയ്ക്കുന്നുള്ളൂ. ഈ ഓവ്യൂളിനകത്താണ് മെഗാസ്പോർ മദർ സെൽ ഇരിക്കുന്നത്. ഈ മെഗാസ്പോർ മദർ സെൽ അവർക്ക് മിയോട്ടിക് ഡിവിഷൻ, റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര സെല്ല് ഫോം ചെയ്യും? 4 സെല്ല് ഫോം ചെയ്യും. 4 സെല്ലിൽ 3 എണ്ണം ഡെഡായി പോവും. ഒരെണ്ണം മാത്രം ഫങ്ഷണൽ ആയിട്ടിരിക്കും. കണ്ടോ? 3 ഓഫ് ദം ഡീജനറേറ്റ് ആൻഡ് 1 ഡിവൈഡ് ടു ഫോം എംബ്രിയോസാക്ക്. ഇതിൽ ഒരെണ്ണത്തിന് ഡിവിഷൻ നടക്കും, മൈറ്റോട്ടിക് ഡിവിഷൻ. ഈ ആദ്യം എന്താവും? 2 എണ്ണം ആകും. അടുത്ത ഡിവിഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറും? 1, 2, 4 ആവും.
അടുത്ത ഡിവിഷൻ നടക്കുമ്പോൾ എത്രയാവും? 4 എത്രയാവും? 8 ആവും. അതിൽ 3 എണ്ണം മോളിൽ പോയിരിക്കും. 1 2 3. 2 എണ്ണം സെന്ററിൽ വന്നിരിക്കും, 3 എണ്ണം ബേസിൽ വന്നിരിക്കും. ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. മെഗാസ്പോർ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടത്തും. 3 എണ്ണം ഡീജറിലേക്ക് അപ്പോട്ടോസിസ് സെൽ ഡെത്ത് സംഭവിച്ചു പോകും. 1 എണ്ണം മാത്രം ഫങ്ഷനിലാവും. അവർക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ, ഫസ്റ്റ് മൈറ്റോട്ടിക്, സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ, തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഒരു എന്താണ് എംബ്രിയോ സാക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ എംബ്രിയോ സെൽ ഹാസ് 3 സെൽഡ് എഗ് അപ്പാരറ്റസ്. 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ് ഉണ്ട്. കണ്ടോ, ഇതാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. 1 egg cell, 2 synergids, 3 antipodal cells and 2 polar nuclei. അതായത് നമ്മുടെ ഒരു എഗ് അപ്പാരറ്റസ് മീൻസ് ഈ എഗ്ഗിന് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആൾക്കാരാണ് സൈനർജിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ സെൻട്രൽ ഒരു എഗ് സെൽസും കാണും. ഞാൻ വലുതായിട്ട് ഞാൻ പടം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്ട്രക്ചർ എടുത്താൽ നമ്മളിപ്പോൾ കണ്ട എംബ്രിയോ സാക്കാണ്. ഈ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ നോക്കിയേ. ഇത് നമ്മുടെ എഗ്ഗാണ് ഈ ഇരിക്കുന്നത്, വലുതായിട്ട് കാണിച്ചിട്ടില്ല. എഗ്ഗ് ഇപ്പുറം 2 സൈനർജിഡ്സ് ഉണ്ട്. അതാണ് 3 സെല്ല്. നമ്മളെ 8 സെല്ലുണ്ടായാലും 3 സെല്ലാണ് ഇത്. 2 എണ്ണം സെൻറ്ററിൽ എന്തായിട്ടിരിക്കും? പോളാർ ന്യൂക്ലി എന്നാണ് നമ്മൾ പറയുന്നത്. സെൻട്രൽ സെല്ല് പോളാർ ന്യൂക്ലി എന്നാണ് നമ്മൾ പറയുന്നത്. 3 എണ്ണം മുകളിലിരിക്കും. അതിനെ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മളെ കറക്റ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിഗ്മ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെയാണ് ആര് വരുന്നത്? പോളൻ വരുന്നത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം, ഈ പടം വേണ്ട. ഓക്കെ, പോളാർ ന്യൂക്ലി ഇവഞ്ച്വലി ഫ്യൂസ് ടു പ്രൊഡ്യൂസ് എ ഡിപ്ലോയിഡ് സെക്കൻഡറി. നമ്മുടെ സെൻറ്ററിലുള്ള 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായതാണ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ സെക്കൻഡറി ന്യൂക്ലിയസ്. നമ്മളെ പടം എടുത്താൽ ഇതാണ് പോളാർ ന്യൂക്ലി അല്ലെങ്കിൽ സെൻട്രൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ് ഇതൊക്കെ. പോളൻ ഗ്രെയിൻ ആഫ്റ്റർ ഡിസ്പേഴ്സൽ ഫ്രം ദ ആന്തർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആന്തറിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ ഷേപ്പുള്ള അതിൽ മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. ഡിവിഷൻ നടന്ന് 4 മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിനായി. ആ പോളൻ ഗ്രെയിൻ കാറ്റോ വിൻഡ് വഴിയോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വഴിയോ എവിടെ വരും? സ്റ്റിഗ്മ നമ്മുടെ പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. അതിനെ പറയുന്ന പേരാണ് പോളിനേഷൻ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചത്. അതാണ്ടേ ഇവിടെ നമ്മുടെ പോളൻ വന്നിരിക്കും. ഇതിനെ പറഞ്ഞ പേരാണ് പോളിനേഷൻ. ഓക്കെ, ഇനി എന്താ അവിടെ പറയുന്നത്? ഇനി പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മയിൽ വെച്ച് പോളന് ജെർമിനേഷൻ നടക്കും. ആൻഡ് ദ റിസൾട്ടിംഗ് പോളൻ ട്യൂബ് ഗ്രോ ത്രൂ ദ ടിഷ്യൂ ഓഫ് സ്റ്റിഗ്മൻ സ്റ്റൈൽ ആൻഡ് റീച്ച് ദ ഓവ്യൂൾ. പോളൻ ട്യൂബ് എൻ്റർ ദ എംബ്രിയോ സാക്ക് വെയർ 2 മെയിൽ ഗമീറ്റ് ആർ ഡിസ്ചാർജ്ഡ്. അതായത് നമ്മുടെ ഒരു മിനിറ്റ്, ഈ റെഡ് കളറാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് എന്താ? പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ പോളിനേഷനായി. പക്ഷെ ഇനി എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. അതിന് ഈ പോളൻ ഒരു ട്യൂബ് ഡെവലപ്പ് ചെയ്യും. അതിനെ പറയുന്നവരാണ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ സ്റ്റൈലിൽ കൂടെ വരും. സ്റ്റൈലിൽ കൂടെ വന്ന് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇതെന്തോ റിലീസ് ചെയ്യുന്നറിയാമോ? ഇതിൻ്റെ 2 ഗമീറ്റിന് ഈ ഓവ്യൂളിലോട്ട് റിലീസ് ചെയ്യും. ഇപ്പം ഇതൊരു ട്യൂബാണ്. ഇത് ട്യൂബ് പോലെ ഇങ്ങനെ പോളൻ ട്യൂബ് എന്നാണ് നമ്മൾ പറയുന്നത്. ട്യൂബ് എന്ത് റിലീസ് ചെയ്യും? 2 ഗമീറ്റിനെ റിലീസ് ചെയ്യും. അതിൽ ഒരു ഗമീറ്റ് ഇവിടെയുള്ള എഗ്ഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഒരു ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഒരു ഗമീറ്റ് എഗ്ഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൈഗോട്ട്. നോർമൽ ഫെർട്ടിലൈസേഷൻ. പക്ഷേ ഇതിനകത്ത് ഒരു ഗമീറ്റും കൂടെ ഉണ്ട്. ആ ഗമീറ്റ് നമ്മുടെ ഈ സെൻട്രൽ ന്യൂക്ലിയ ആയിട്ട് സെൻട്രൽ സെല്ലുമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയ അല്ലെങ്കിൽ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഇത് എഗ്ഗിൻ്റെ കണ്ടീഷൻ എന്താണ്? ഹാപ്ലോയിഡ്. ഈ വരുന്ന പോളൻ്റെ ഗമീറ്റ് ഹാപ്ലോയിഡ്. അപ്പം സൈഗോട്ട് എന്തായി? ഡിപ്ലോയിഡ്. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഗമീറ്റ് എന്താണ്? ഹാപ്ലോയിഡ്.
പ്ലസ് ഇവിടെ സെൻട്രലിൽ നിൽക്കുന്ന ന്യൂക്ലിയസ് പക്ഷേ എന്ത് കണ്ടീഷനാണ്? ഡിപ്ലോയിഡ് കണ്ടീഷൻ. കാരണം 2 സെല്ല് ഫ്യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സെക്കൻഡറി ന്യൂക്ലി എന്ന് പറയുന്നത് ഈ സെൻട്രൽ സെല്ലെന്ന് പറയുന്നത് എന്താണ്? 2n ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ പ്ലോയിഡി എന്ന് പറയുമ്പോൾ 3n ആയിരിക്കും. എന്താണ്? ട്രിപ്ലോയിഡ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം? നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, വൺ ഓഫ് ദ മെയിൽ ഗമീറ്റ് ഫ്യൂസ് വിത്ത് ദ എക്സൽ, അത് നമ്മൾ സിൻഗമി എന്ന് പറയും. ഇറ്റ് ഫോം ദ സൈഗോട്ട്, അറിയാലോ. അതർ മെയിൽ ഗമീറ്റ് fuse with the diploid secondary nuclei to produce primary endosperm nucleus. Okay, so because of the occurrence of 2 fusion, ഇവിടെ 2 ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ that is syngamy and triple fusion നമ്മൾ ഇതിനെ പറഞ്ഞ പേര് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിന്റെ മാത്രം ക്യാരക്ടർ, ജിംനോസ്പേമിനോ ടെറിഡോയ്ക്കോ ബ്രയോയ്ക്കോ ആൽഗയ്ക്കോ ഇല്ലാത്ത ആൻജിയോസ്പേമിന്റെ മാത്രമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടറാണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഓക്കെ, ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് യുണീക് ടു ആൻജിയോസ്പേംസ്. ഓക്കെ ആണല്ലോ. ഇനി the zygote develop into an embryo. zygote എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇനി ആൻഡ് പെൻ നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താ അവരുടെ ഫങ്ഷൻ? ദേ ഡെവലപ്പ് ഇൻറ്റു എൻഡോസ്പേം ആയിട്ട് മാറും. എൻഡോസ്പേം എന്തിനാ? എൻഡോസ്പേം ആണ് നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ സൈഗോട്ട് എന്തായിട്ട് മാറി? എംബ്രിയോ ആയിട്ട് മാറി. അതുപോലെ എൻഡോസ്പേം എന്ത് കൊടുക്കും? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം ആയിട്ട് മാറും. അത് നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് ഫുഡ് കൊടുക്കും. അത്രയും ഇവിടെ പഠിക്കുന്നുള്ളൂ. ദ സിനർജിഡ്സ് ആൻഡ് ആൻറ്റിപോഡൽസ്, നമുക്കറിയാം 2 സിനർജിഡ്സ് ഉണ്ട്, മുകളിൽ 3 ആൻറ്റിപോഡൽസ് ഉണ്ട്. ഇവരൊക്കെ ഡീജനറേറ്റ് ചെയ്തു പോകും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഡ്യൂറിങ് ദിസ് ഈവൻ ഓവ്യൂൾ ഡെവലപ്പ് ഇൻറ്റു സീഡ് ആൻഡ് ഓവറീസ് ഡെവലപ്പ് ഇൻറ്റു ഫ്രൂട്ട്. അപ്പം വളരെ സിമ്പിൾ എക്സാം ആണെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക്. ഓവ്യൂൾ എന്തായിട്ട് മാറും? ഓവറി എന്തായിട്ട്? ഓവറി ഫ്രൂട്ടും ആകും, ഓവ്യൂള് സീഡും ആയിട്ട് മാറും. അതായത് ജസ്റ്റ് ഞാൻ ആ പടം കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഡീജനറേറ്റ് ചെയ്യുന്ന സൈനർജിഡ്സിന്റെ കാര്യവും സൈഗോട്ട് ഫോം ചെയ്ത കാര്യം ജസ്റ്റ് ഇതിന്റെ ഇമേജിന്റെ ആവശ്യം വലുതായിട്ടില്ല, വെറുതെ വെച്ചെന്നേ ഉള്ളൂ. ഈ ഒരു ഫെർട്ടിലൈസേഷൻ മൊത്തം ഒരു ലൈഫ് സൈക്കിൾ പോലെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ആന്തറുണ്ട്, ഇവിടെ നമ്മുടെ മെഗാസ്പൊറാഞ്ചിയം കാണിക്കുന്നുണ്ട്, മൈക്രോസ്പൊറാഞ്ചിയം കാണിക്കുന്നുണ്ട്. മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നു, മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് പോളനായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ്ട് നമ്മുടെ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്തു. മെയിൽ ഗമീറ്റ് ഉണ്ടോ? മെയിൽ ഇതുണ്ട്, ഇവിടെ ഒരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പോളൻ ട്യൂബിൽ കണ്ടോ 2 ഗമീറ്റ് ഉണ്ട്, അതിവിടെ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ എംബ്രിയോ ആയിട്ട് മാറും. പിന്നെ ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ്. ഇതിൻ്റെ വലിയ കാര്യമില്ല, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് ധാരാളം മതി. ഓക്കെ, പ്ലാന്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇപ്പം നമ്മൾ ഇത്രയും പ്ലാന്റ്സ്, ആൽഗെ, ടെറിഡോ, ജിംനോ, ആൻജിയോസ്പേം, നമ്മളിതെല്ലാം പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിളും ഹാപ്ലോയിഡ് സ്റ്റേജും ഡിപ്ലോയിഡ് സ്റ്റേജും ഒക്കെ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അല്ലേ? ഇൻ പ്ലാന്റ്സ് ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ് ക്യാൻ ഡിവൈഡ് ബൈ മൈറ്റോസിസ്. ദിസ് എബിലിറ്റി ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ബോഡീസ്. അതായത് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസസ് ഗമേറ്റ് ബൈ മൈറ്റോസിസ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ടെറിഡോയിലൊക്കെ നമ്മൾ ആ ലൈഫ് സൈക്കിൾ കറക്റ്റായിട്ട് പഠിച്ചതല്ലേ? ഒരു ഗമീറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും, അത് ഹാപ്ലോയിഡ് ബോഡിയാണ്. അവിടുന്ന് മൈറ്റോസിസ് നടന്നിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഗമീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ plant body represents a gametophyte. Following fertilization, the zygote also divides by mitosis. Zygote പിന്നെ സൈഗോട്ടിന് എന്ത് ഡിവിഷൻ നടക്കുന്നുണ്ട്? മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പ്ലാന്റ് ബോഡി ബൈ മിയോസിസ്. സ്പോർ ഡെവലപ്പ് ചെയ്യും, ആ സ്പോർ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? ഗാമെറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ, അത് നമ്മൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് 3 തരത്തിലുള്ള ലൈഫ് സൈക്കിൾ ഉണ്ട്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിള്, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളും. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ? ഇവിടെ എന്ന് വെച്ചാൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഈസ് റെപ്രസെന്റ് ഒൺലി ബൈ 1 സെൽഡ് സൈഗോട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പടം തന്നെ നോക്കിയേ, ഇവിടെ ആകെ
2N കണ്ടീഷൻ കാണിക്കുന്നത് ആ സൈഗോട്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഗമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. മിയോസിസ് അതുപോലെ തന്നെ ഫ്രീ ലിവിങ് ആയിട്ടുള്ളൊരു സ്പോറോഫൈറ്റ് ഇവിടെ കാണുന്നില്ല. ഓക്കെ ആണല്ലോ. ഇവിടെ എക്സാമ്പിൾ പറയുന്ന ഓൾവോസസ് സ്പൈറോഗൈറയൊക്കെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മിയോസിസ് ഇൻ ദ സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പോർസ്. ഈ സൈഗോട്ടിന് മിയോസിസ് നടന്നിട്ട് സ്പോർ ഡെവലപ്പ് ചെയ്താൽ എന്തായിട്ട് മാറും? ഗമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഗമിറ്റോഫൈറ്റിന് ഗമിറ്റോജനസിസ് നടന്ന് ഗമീറ്റ് ഉണ്ടാവുന്നു, ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ടായിട്ട് മാറും. നമ്മളെല്ലാം പഠിച്ച കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോണത്. ദ ഡോമിനന്റ് ഫോട്ടോസിന്തറ്റിക് ഫേസ് ഇൻ സച്ച് പ്ലാന്റ് ഈസ് ദ ഫ്രീ ലിവിങ് ഗാമിറ്റോഫൈറ്റ്. കാരണം ഇത്രയും സ്റ്റേജും എൻ കണ്ടീഷൻ ആണ്. ഇത് മാത്രമേ എന്തുള്ളൂ? 2N കണ്ടീഷനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ 2N കണ്ടീഷൻ. ഇവിടെ സൈഗോട്ട് 2N ആ. സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണല്ലോ. അതും 2N കണ്ടീഷനാ. പിന്നെ അവർക്ക് മിയോസിസ് നടന്നാണ് എന്താ ഉണ്ടാവുന്നത്? ഗമിറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഗമിറ്റോഫൈറ്റ് മാത്രം എൻ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നു ഇത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഓൺ ദ അതർ എക്സ്ട്രീം ഈസ് ദ ടൈപ്പ് വെയറിൻ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദ ഡോമിനന്റ് സ്റ്റേജ്. മനസ്സിലായല്ലോ. അതും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതായത് ഗമിറ്റോഫൈറ്റ് ഫേസസ് റെപ്രസെന്റഡ് ബൈ എ സിംഗിൾ ടു ഫ്യൂസ്ഡ് ഗമിറ്റോഫൈറ്റ്. അതായത് ചെറിയൊരു ഗമിറ്റോഫൈറ്റ് കാണും. പിന്നെ അതിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും? ഗമിറ്റോജനസിസ് നടക്കും. ഗമിറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാവും. സൈഗോട്ട് എന്തായിട്ട് മാറും? സ്പോറോഫൈറ്റ്. അതൊക്കെ എന്താണ്? 2N കണ്ടീഷനാണ്. ഓക്കെ ആണല്ലോ. ഇൻ അഡീഷൻ ഫ്യൂക്കസ് ഒക്കെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇൻ അഡീഷൻ ഓൾ സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ദാറ്റ് ഇസ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ഫോളോ ദിസ് പാറ്റേൺ വിത്ത് സം വേരിയേഷൻ വേർ ഇൻ ദ ഗമിറ്റോഫൈറ്റ് ഫേസസ് ഫ്യൂട്ട്. അത് എക്സെപ്ഷൻ കേസ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെന്താണ്? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ലാസ്റ്റ് പഠിക്കേണ്ടതാണ് ഈ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ബ്രയോഫൈറ്റ് ആൻഡ് ടെറിഡോഫൈറ്റ് ഇൻട്രസ്റ്റിംഗ്ലി എക്സിബിറ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ഹാപ്ലോ ഡിപ്ലോണ്ടിക് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്താ അവർ പറയുന്നതെന്ന് വെച്ചാൽ ബോത്ത് ഫേസ് ആർ മൾട്ടിസെല്ലുലാർ. ഹൗവർ ദേ ഡിഫർ. ഇവർക്ക് എന്തൊക്കെ ഇപ്പം ഈ ഒരു ഇവിടം വരെയാണ് കേട്ടോ ഒരെണ്ണം. ബ്രയോഫൈറ്റിന്റെ കേസാണ് ഇത്രയും പറയുന്നത് കേട്ടോ. ഹൗവർ ദേ ഡിഫർ ഇൻ ദ ഡോമിനന്റ് ഫേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. എ ഡോമിനന്റ് ഇൻഡിപെൻഡന്റ് photosynthetic thalloid or erect face is represented by a haploid gametophyte. ഒരു ഹാപ്ലോയിഡ് ഗാമിറ്റോഫൈറ്റ് ആണ് ആരുടെ കേസിൽ? ബ്രയോഫൈറ്റിന്റെ കേസിൽ ഡോമിനന്റ് സ്റ്റേജ് എന്ന്. അപ്പം നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നേ ഉള്ളൂ. അവിടുത്തെ ഡോമിനന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഗാമിറ്റോഫൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ആൾട്ടർനേറ്റ് വിത്ത് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് ആരുടെ കേസിൽ? നമ്മുടെ ബ്രയോഫൈറ്റിന്റെ കേസിൽ ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത് ഗാമിറ്റോഫൈറ്റും ഷോർട്ട് ലീവ്ഡ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റും ആണ്. അതേപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ കേസിൽ ദ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ എ ഡോമിനന്റ്. അവിടുത്തെ ഡോമിനന്റ് കണ്ടീഷൻ സ്പോറോഫൈറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഗാമിറ്റോഫൈറ്റും ആണ്. അങ്ങനെ ഒരു ആൾട്ടർനേഷൻ ഈ രണ്ട് പ്ലാന്റ്സ് തമ്മിൽ കാണിക്കുന്നത്. മീൻസ് ബ്രയോഫൈറ്റിലാണെങ്കിൽ ഡോമിനന്റ് സ്റ്റേജ് ഏതാ പറയുന്നത്? ഗാമിറ്റോഫൈറ്റ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ തിരിച്ച് ഇവിടുത്തെ ഡോമിനന്റ് ടെറിഡോഫൈറ്റിലെ ഡോമിനന്റ് സ്റ്റേജ് സ്പോറോഫൈറ്റ് ആണ്. സോ രണ്ടിനും ഏകദേശം ഈക്വൽ ആ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മളിവിടെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് നമ്മളിവിടെ. സച്ച് എ പാറ്റേൺ ഇസ് നോൺ ആസ് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ ആണല്ലോ. ഇൻട്രസ്റ്റിംഗ്ലി വൈൽ മോസ്റ്റ് ആൽഗൽ ജെനർ ആർ ഹാപ്ലോണ്ടിക്, സം ഓഫ് ദം സച്ച് ആസ് എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്പ് ആർ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണുന്നത്. ഏകദേശം ഈക്വൽ ആണ് കേട്ടോ. ഒരു സൈഗോട്ട് 2N ആണ്, സ്പോറോഫൈറ്റ് 2N ആ. പിന്നെ അവിടെ നിന്നാണ് സ്പോറും ഗാമിറ്റോഫൈറ്റും മാത്രം N. അപ്പോൾ ഒരു ഈക്വൽ കണ്ടീഷനാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതോടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്നും ചോദിക്കാതിരുന്നാലും നമ്മുടെ നീറ്റത്തിൻ്റെ കേസ് ഞാൻ ഇന്ന് എടുത്ത് പറഞ്ഞേക്കാം. ഒരു കണക്റ്റിംഗ് ഇതാണ്, ജിംനോയും ആൻജിയോസ്പേമും തമ്മിലുള്ള കണക്റ്റിംഗ് പ്ലാന്റ് എന്ന് ചോദിച്ചാൽ അത് നീറ്റോ എന്നൊക്കെ പറയണം. ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതിപ്പോൾ തിയറി ഇതുപോലെ പഠിക്കുക. ഇനി വരുന്ന പോയിന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉൾപ്പെടുത്താം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്.